ഈവനിംഗ്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനിയിലാണ്. പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണ്, കരിമ്പനകളുടെ നാടാണ്. വിവിധ സംസ്കാരങ്ങൾ, ഭക്ഷ്യവൈവിധ്യങ്ങൾ, ഗോത്രമേഖലയൊക്കെ ഉൾപ്പെടുന്ന അത്തരത്തിലേക്കുള്ള വൈവിധ്യം, അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ, പക്ഷേ ഇപ്പോൾ ഇതൊരു പോരാട്ട ഭൂമിയാണ്, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വേദിയാണ്. മൂന്ന് മുന്നണികളും ഒരേപോലെ ഞങ്ങൾ ഈ മണ്ഡലം പിടിച്ചടക്കിയേ അടങ്ങൂ എന്ന വാശിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്, പോരാട്ടത്തിലാണ്. മൂന്ന് മുന്നണികളും ഇതിൽ ആരും വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടെ മുന്നേറുമ്പോൾ നമ്മൾ ഒരു സംവാദ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. പാലക്കാട് കോട്ട മൈതാനിയിൽ നമുക്കൊപ്പം അതിഥികളുണ്ട്, പ്രബുദ്ധരായ വോട്ടേഴ്സ് ഉണ്ട്, ഒപ്പം തത്സമയം ഈ സംവാദ പരിപാടി കാണാൻ പ്രേക്ഷകരുമുണ്ടാകും. അതിഥികളെ ആദ്യം പരിചയപ്പെടുത്തുന്നു. LDFന്റെ പ്രതിനിധി, CPIM നിന്ന് ശ്രീ നിതിൻ കണിച്ചേരി, വെൽക്കം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, UDFനെ പ്രതിനിധീകരിച്ച് BJPയുടെ പ്രതിനിധിയായി പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ E കൃഷ്ണദാസ്, വെൽക്കം രണ്ടുപേർക്കും. അപ്പോൾ തുടങ്ങുകയാണ്. ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ ഇന്ന് രാഷ്ട്രീയം പറയുന്നത് പാലക്കാട്ട് നിന്ന്, പോരാട്ട ഭൂമികയിൽ നിന്ന്. ഞാൻ ആദ്യം തുടങ്ങുന്നത് നിതിൻ കണിച്ചേരിയിലാണ്. നിതിൻ, ഇപ്പോൾ ഈ തുടക്കത്തിൽ ഈ A വിജയരാഘവൻ്റെ പേര് പുറത്തേക്ക് വരുന്നതിന് മുൻപ് പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. അതിൽ ചില യുവ മുഖങ്ങളുടെ പേരുണ്ടായിരുന്നു. ഞാൻ താങ്കളുടെ പേരും അന്ന് കേട്ടതാണ്. പിന്നീട് A വിജയരാഘവനെ പോലെ ഏറ്റവും സീനിയറായ ഒരു നേതാവിനെ ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ പാർട്ടി തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ഇവിടെ പുതുമുഖമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ ഇതിനു മുൻപ് പാർലമെന്റിനെ പ്രതിനിധീകരിച്ച്, പാലക്കാടിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്ര മുതിർന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹം തന്നെ ആയിരിക്കണം ഇക്കുറി പാലക്കാടിനെ നയിക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ദശാസന്ധിയിലെ തെരഞ്ഞെടുപ്പായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ നയിക്കാൻ ഏറ്റവും മുതിർന്ന നേതാക്കളും തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള നേതാക്കളെയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ CPIMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ സഖാവ് A വിജയരാഘവൻ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. നേരത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഏതാണ്ട് 2 ടേം രാജ്യസഭയിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള ആളാണ്. ഈ നിലയിൽ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ മത്സരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനായാസമാക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായ ഒരു ജനകീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ തന്നെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫലമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായി പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. രാജ്യത്തിനകത്ത് മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയത മുൻനിർത്തിയുള്ള ഭരണം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന നിലപാടുകൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ കയറൂരി വിട്ടുകൊണ്ട് അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ എടുക്കുന്ന നയങ്ങൾ, തീരുമാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി രാജ്യത്തിനകത്തുണ്ടാകുന്ന രൂക്ഷമായ വിലക്കയറ്റം, ജനങ്ങളുടെ ജീവിത ദുരിതം, ഇതെല്ലാമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ ചർച്ചാ വിഷയം. ആ ചർച്ച നമ്മുടെ രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്നത് പോലെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ദേശീയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയൊരു മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതുകൊണ്ട് വിശ്വാസയോഗ്യമായി കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു വർത്തമാനകാലത്ത് കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷം പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടും ഈ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ രാജ്യത്തിനകത്ത് ഉയർന്നു വന്ന നിർണായകമായ ഒരു പ്രശ്നങ്ങളിലും തൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിലപാട് പറയുകയോ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാതിരുന്ന ഒരു MPയുടെ പരാജയം ഈ തിരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ശ്രീ നിതിൻ, അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇവിടം വിട്ടുകഴിഞ്ഞാൽ എന്താണ്
എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാകാം അത്. ഈ പറയുന്ന CAA എന്നൊക്കെയുള്ള ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിന് ഒരേ വേദിയിൽ കൈകൊടുത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനം ആഗ്രഹിക്കുന്നത്. അതിന് ഓരോ സംസ്ഥാനത്തിനകത്തും BJPയെ തോൽപ്പിക്കാൻ ആരാണോ കൂടുതൽ ശക്തമായി നിൽക്കേണ്ടത് ആ ആളുകൾ എല്ലാവരും ഒരുമിച്ച് അണിനിരക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇന്ത്യ രാഷ്ട്രീയ സഖ്യം എന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയ കൂട്ടായ്മയിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്. BJPയെ ഡിഫീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ കൂട്ടായ്മയിലുണ്ട്. ആ കൂട്ടായ്മ യോജിച്ചുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും BJPക്കെതിരായ പ്രചരണം നടത്തുന്നുണ്ട്, BJPക്കെതിരായ രാഷ്ട്രീയ സമരവും നടത്തുന്നുണ്ട്. കേരളത്തിൽ എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിനെ BJPക്കെതിരായി കേരളത്തിലെ ജനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മുടെ മുമ്പിൽ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകനായിരുന്ന അനിൽ ആന്റണി ഇപ്പൊ സ്ഥാനാർത്ഥിയാണ്, BJPയുടെ NDAയുടെ ഭാഗമായ സ്ഥാനാർത്ഥിയാണ്. K കരുണാകരന്റെ മകൾ കോൺഗ്രസിലാണ്. ഈ തിരഞ്ഞെടുപ്പിൽ BJP അവതരിപ്പിച്ചിട്ടുള്ള 20 സ്ഥാനാർത്ഥികളിൽ 4 ആളുകൾ പഴയ കോൺഗ്രസ്സുകാരാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നേടുമ്പോൾ ഇടതുപക്ഷമാണ് വിജയിക്കുക. എങ്ങനെ വിശ്വസിക്കും? ഇന്ന് കോൺഗ്രസ്, നാളെ BJP. ഇപ്പൊ കുറെ കാലമായി നമ്മൾ കേട്ടുവരുന്ന ഒരു സ്ലോഗൻ പോലെയാണ് ഇതിപ്പോ. ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി കർണാടകയിൽ ഞാൻ തുടങ്ങാം. കർണാടകയിലെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പോസ്റ്ററിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരിക്കുന്ന ഒരു മന്ത്രി, അഥവാ ഇടതുപക്ഷത്തിലുള്ളൊരു മന്ത്രി. ഈ തൊട്ടപ്പുറത്തൊരു 13 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ചിറ്റൂര് K കൃഷ്ണൻകുട്ടിയുടെയും മാത്യു T തോമസിന്റെയും ഫോട്ടോ വെച്ചിട്ട് BJP വോട്ട് പിടിക്കുന്നു. ഒരക്ഷരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയോ? അങ്ങനെ പോസ്റ്റർ വെക്കരുതെന്ന് പറഞ്ഞോ? ഞാൻ മുമ്പുണ്ടായ അത് വ്യാജ പോസ്റ്റർ ആണെന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചു. ഫറൂഖ്, അത് ആർക്കും പ്രചരിപ്പിക്കരുത്. കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രചരിച്ചാൽ കേസിൽ പ്രതിയാകുമെന്നുള്ളത് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളതാണെങ്കിൽ ഇവർ പരാതി കൊടുക്കട്ടെ. പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനോടകം പരാതി കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയും പറയാം. ദേവഗൌഡ പറഞ്ഞു BJPയിലേക്കുള്ള പാലം, ആ പാലത്തിൽ നിന്ന് ഞങ്ങളെ BJPയിലേക്ക് എത്തിച്ചതും BJPയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഇവരാണ് പറഞ്ഞത്, ദേവഗൌഡയാണ് പറഞ്ഞത്. ആര് നിഷേധിച്ചു? കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. 1, 2. പിന്നെ ഇവിടെ പറഞ്ഞു ഒരാവശ്യമെന്ന് പറയുന്നത് 10 വർഷക്കാലം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. എല്ലാ മേഖലകളും പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നു. ഇന്ത്യയിൽ വെറും ഗ്യാരണ്ടി എന്ന അനൗൺസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞു നമ്മളോട് 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, തന്നില്ല. 400 രൂപ ഗ്യാസ്, 1100 രൂപ. 50 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ, 105 രൂപ. പ്രഖ്യാപനങ്ങൾ മാത്രം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ ഒരു കാലഘട്ടത്തിലും 947 ശേഷം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെ അനാവശ്യമായി അകാരണമായി ജയിലിടുന്നു. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് പറയുന്നു നിങ്ങൾ വലിയ സംഖ്യ അടയ്ക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു. NRCയും CAയും ഉൾപ്പെടെ മനുഷ്യനെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുന്നു. ഇതിനെതിരെ ആരാണ് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് അസന്നിഗ്ധമായ മറുപടി അത് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമാണ്. അവിടെ ഇനി ഇടതുപക്ഷം പറയുന്നു ഞങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഏതോ ഒരു ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയിൽ ഞങ്ങളൊരു സമ്മേളനം നടത്തി ഇന്ത്യ മുന്നണിയുടെ, അവിടെ കണ്ടിട്ടില്ല. രണ്ടാമത്, എങ്ങനെ വിശ്വസിക്കും CPIMനെ? 2004 ഇതേ ഒരു സാഹചര്യത്തിൽ വാജ്പേയിയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനെ പിന്തുണച്ച് UPA ഗവൺമെൻറ് ഉണ്ടായി. 2008 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന LK അദ്വാനിയുടെ കൈപ്പിടിച്ച് മൻമോഹൻ സിംഗിനെ പുറത്താക്കാൻ ശ്രമിച്ചവൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നിങ്ങളെയാണോ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കറിയാം
ആർക്ക് വോട്ട് ചെയ്താലാണ് മോദി ഇറങ്ങുക എന്നുള്ളത്. ഇന്ത്യ മുന്നണി സഖ്യം വന്നതോടുകൂടി തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യത്തിലേക്ക് മാധ്യമങ്ങൾ പോലും പറയുന്നൊരവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, മോദിയെ താഴെ ഇറക്കും. ആ പോരാട്ടത്തിൽ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ട VK ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി 1-ാം സ്ഥാനത്തുണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. അപ്പോൾ അത് എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ അതാണ് ഈ അജണ്ട എന്ത് എന്നുള്ളതിനൊക്കെയുള്ള മറുപടി. രണ്ടുപേരും ഒരേ കാര്യം പറയുകയാണ്. മോദി സർക്കാർ എന്താണ് രാജ്യത്ത് കാണിക്കുന്നത്, അതിനെതിരായ പോരാട്ടം. അതിലൊരു ഘട്ടം വരെ അവർ ഒറ്റക്കെട്ടാണ് താനും. അല്ല, ഒന്ന് ഈ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ രണ്ടുപേരും. പക്ഷേ നാളെങ്ങാനും ഓസ്കാറുകാർ ഏറ്റവും നല്ല നാടകത്തിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഈ രണ്ട് മുന്നണിക്കും കൊടുക്കുമെന്ന് യാതൊരു സംശയവുമില്ല. കൊടുക്കണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ താങ്കൾ പറയുന്ന സമയത്ത് ഇടപെട്ടിട്ടില്ല. ഏറ്റവും നല്ല നാടകത്തിന് ഓസ്കാർ അവാർഡ് അർഹമായിട്ടുള്ള രണ്ട് മുന്നണികളാണ് ഈ രണ്ട് ആൾക്കാർ. കാരണം ഈ വാളയാർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ കെട്ടിപ്പിടിച്ച് ചെറുക്കുകയാണ് രണ്ടുപേരും, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ്. അങ്ങ് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി അതിർത്തി എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് ഒരേപോലെ തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഈ ഇരു കൂട്ടരും. ഇവിടെ നിങ്ങൾ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ രണ്ട് മൈക്ക്, എന്തിനാണ് ഈ രണ്ട് സ്റ്റാൻഡ്? ഒറ്റ സ്റ്റാൻഡ് പോരെ, ഒറ്റ മൈക്ക് പോരെ. ആകെയുള്ള സന്തോഷം രണ്ടുപേരും വെള്ളിയും ഇന്ന് ഇട്ടിട്ട് വന്നിട്ടുണ്ട്, ഒരേപോലെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇത് ജനങ്ങളെ കുറേ കാലമായി ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് നിതിൻ ഇവിടെ ചോദിച്ചു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോകുന്നു. ഈ 10 കൊല്ലത്തിൽ ആർക്കെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടോ? ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. എന്ത് ഭീഷണിയാണ് സഹോദര ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക്? എന്ത് ഭീഷണിയാണ് ഇവിടെ ജനാധിപത്യത്തിൽ നേരിട്ടുള്ളത്? ജനാധിപത്യത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. എവിടെ അറിയോ? വയനാട് ആ കോളേജിൽ, വെറ്റനറി കോളേജിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ SFI, അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് രാപ്പകലില്ലാതെ മുദ്രാവാക്യം വിളിക്കുന്ന ആ സംഘടന ആ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു, അവിടെ ഈ പറയുന്ന ജനാധിപത്യം നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തെ. അപ്പോൾ ഈ നാടകം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ട് മടുത്തു. കേരളത്തിൽ വികസനം വരണമെന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി വന്നാൽ മാത്രമേ വികസനം വരികയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഒരു സംശയവും വേണ്ട സുഹൃത്തെ, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ. 2014 മെഡിക്കൽ കോളേജുകൾ ഈ രാജ്യത്ത് 387, ഇപ്പോൾ 10 വർഷം കൊണ്ട് അത് 706 കൂടിയിരിക്കുന്നു. മെഡിക്കൽ സീറ്റുകൾ 51,348 അന്ന്, ഇന്ന് 1,08,940. സർവകലാശാലകൾ അന്ന് 676, ഇന്ന് 1,168. ഗ്ലോബൽ ഇന്നൊവേഷൻ റാങ്കിങ്, അതായത് പുതിയ സംഗതികൾ തുടങ്ങുന്നതിൻ്റെ ഗ്ലോബൽ റാങ്കിങ് ആണ്. അന്ന് നമ്മൾ 81-ാം സ്ഥാനത്തായിരുന്നു, ഇന്ന് ഈ ഭാരതം 40-ാം സ്ഥാനത്താണ്. എയർപോർട്ടുകളുടെ എണ്ണം അന്ന് 74 ആയിരുന്നു, ഇന്ന് 149. മെട്രോ റെയിൽ, തെറ്റാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ രേഖ കാണിക്കും, ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കളെ. സർക്കാർ, ഒരു മിനിറ്റ്, ഞാൻ സർക്കാർ രേഖ ഞാൻ കാണിച്ചു തരാം. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കുപ്പായം അഴിച്ചു വെക്കാൻ ഞാൻ തയ്യാറാണ്, താങ്കൾ തയ്യാറാണോ എന്നുള്ളതാണ്. എയർപോർട്ട് പ്രൈവറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മെട്രോ റെയിൽ അന്ന് 5 നഗരങ്ങളായിരുന്നു, ഇന്ന് 20 നഗരങ്ങൾ. NH അന്ന് 10 വർഷം കൊണ്ട് 25,000 കിലോമീറ്ററാണ് NH നിങ്ങൾ പണിതത്, ഇന്ന് 54,000 കിലോമീറ്റർ NHകൾ. ഇനി പേസ്, ഇനി സ്പീഡ്, NH പണിയുന്നതിന് സ്പീഡ്. മൻമോഹൻ സിംഗ് പൊതുവേ പതുക്കെ ആയിരുന്നു, അന്ന് 12 കിലോമീറ്റർ ആയിരുന്നു ഒരു ദിവസം, ഇന്ന് ഒരു ദിവസം 28 കിലോമീറ്ററാണ് NH പണിതുകൊണ്ടിരിക്കുന്നത്. ടോൾ പ്ലാസയിൽ കാത്തിരിക്കുന്ന സമയം, അന്ന് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ 12 മിനിറ്റ് കാത്തു നിൽക്കണം ഒരു ടോൾ പ്ലാസ കടക്കാൻ, ഇന്ന് ഒരു വണ്ടി കടക്കാൻ 47 സെക്കൻഡ് മതി. ടോട്ടലി ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി അന്ന് 24 ഗിഗാബൈറ്റ്, ഇന്ന് 429 ഗിഗാബൈറ്റ്. ഇങ്ങനെ ഒട്ടനവധി. അദ്ദേഹം ഗ്യാസിൻ്റെ വില പറഞ്ഞു. സുഹൃത്തെ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു, 2014 ഗ്യാസിൻ്റെ വില ഒരു കുറ്റിക്ക് 1140, ഇന്ന് അതിനെക്കാട്ടും കുറവ് വിലയാണെന്ന് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ
ഞാൻ കാണിച്ചു തരാം. ഞാൻ താങ്കളെ ബോധ്യപ്പെടുത്താം. ഈ പരിപാടി കഴിയുന്നതിന് വക്കീലെ, മുമ്പ് ഇതൊക്കെ നാട്ടിലെ ഞാൻ ഈ ആളുകൾ പരിപാടി കാണുന്നതല്ലേ? കഴിയുന്നതിന് ഗ്യാസിന്റെ ഈ പരിപാടി എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഉപയോഗിക്കുന്നതല്ലേ? 2014 ഗ്യാസിന്റെ വില പച്ചക്കള്ളം പറയരുത്. പച്ചക്കള്ളം ഈ പറയണ്ട. ചർച്ച കഴിയുന്നതിന് മുമ്പ് ഞാൻ പറയണ്ട. പറയാം. ജനങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ? ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് 2014 ഫെബ്രുവരി മാസം 1100 രൂപയിലധികം ഉണ്ടായിരുന്നു. ഇന്ന് അത് അതിനെക്കാട്ട് കമ്മിയാണ്. ഞാൻ കാണിച്ചു തരാം സഹോദര, ഞാനിപ്പോ കാണിച്ചു തരാം. വീട്ടിൽ മാത്രമായിരിക്കും ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ വികസനത്തിന്റെ കാര്യം താങ്കൾ ചോദിച്ചു. വികസനത്തിന്റെ ഗൂഗിളിൽ പോയി തെരയൂ, സെർച്ച് ചെയ്യൂ. സുഭാഷ് ഒന്ന് തെരഞ്ഞോ. 2014 ഗ്യാസിന്റെ വില ഒന്ന് തെരഞ്ഞെടുക്കും. ഡീസലിന്റെ വില, ഒരു മിനിറ്റ്. ഞാൻ ഗ്യാസിന്റെ വില പറയുമ്പോൾ നിങ്ങൾ ഡീസലിന്റെ വില ഇനി പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു 2014 കണക്കാണ്, തെറ്റാണ്. അടിവരായിട്ട് പറയുന്നു. നിങ്ങൾ പറഞ്ഞ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു. നിങ്ങൾ ഏത് ഗൂഗിളാണ്? നിങ്ങൾ എന്താ എടുക്കുന്നത്? വക്കീലെ, അതിനൊന്നും ഇത്ര വലിയ തപ്പണ്ട. വക്കീലെ, നാട്ടിലെ ഉപയോഗിച്ചല്ലേ? ആളുകൾ ഇത് അറിയുന്നതാണ്. BJP പ്രതിനിധി 416 രൂപയുണ്ടായിരുന്ന 2014 കൊടുത്ത ഒന്നാമത്തെ ഗ്യാരണ്ടി 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിൽ. സംസാരിക്കണം. രണ്ടാമത്തെ ഗ്യാരണ്ടി 1 വർഷം 2 കോടി പുതിയ തൊഴിലവസരങ്ങൾ എന്ന് രണ്ടാമത്തെ ഗ്യാരണ്ടി. മൂന്നാമത്തെ ഗ്യാരണ്ടി 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും. ആദ്യം ഈ 3 ഗ്യാരണ്ടിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് ബാക്കി ഗ്യാരണ്ടി. ഞാൻ പറയാം. പുതിയ ഗ്യാരണ്ടി അതായത് ആദ്യം ഹിന്ദി ട്യൂഷൻ പോയി പഠിക്കുക. എന്താ കാരണം വെച്ചാല് 15 ലക്ഷം രൂപ കൊടുക്ക എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്നാൽ പ്രസിഡന്റ് നാണം കെട്ടി ഇറങ്ങിപ്പോയി. ഇല്ല. ഇത് നിങ്ങൾ കേട്ടോ, മറുപടി പറയാൻ നരേന്ദ്രമോദിജി പറഞ്ഞത് വിദേശത്തുള്ള കോൺഗ്രസ് കൊണ്ടുപോയിട്ടുള്ള പണം അത് ഇവിടെ ഈ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വരെ ബാങ്കിൽ കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത്. മല്യയുടെ പണം കൊണ്ടുവന്നല്ലോ. മല്യയുടെ മുഴുവൻ പണവും കൊണ്ടുവന്നു. ഞാനൊരു കാര്യം ഞാൻ പറയാം. പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന വികസന പ്രവർത്തനങ്ങൾ IIT പാലക്കാട് കൊണ്ടുവന്നു ശശി തരൂർ. 2012 അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു കേരളത്തിന് IIT കൊടുക്കാൻ സാധിക്കില്ല എന്ന്. 2014 ഇവിടെ ഒരു ആൺകുട്ടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 2014 4000 കോടി 2800 കോടിയുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ, 400 കോടിയുടെ ഡിഫൻസ് പാർക്ക്, 300 കോടി സംസാരിക്കില്ല. 30 ലക്ഷം തൊഴിലവസരങ്ങൾ സർക്കാർ തൊഴിലവസരങ്ങൾ ആദ്യം പറഞ്ഞ ഗ്യാരണ്ടി പ്രസക്തമാണ്. തൊഴിൽ രഹിതർക്ക് തൊഴിൽ വാഗ്ദാനം പറഞ്ഞിരുന്നു. എവിടെ തൊഴിലെവിടെ? 50 രൂപയ്ക്ക് പെട്രോൾ എവിടെ? നമ്മളുടെ ചോദ്യങ്ങൾ ഇവരോടാണ് ചോദ്യം. മറുപടി പറയട്ടെ. ഞാൻ കോൺഗ്രസ്സുകാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവര് പാവപ്പെട്ട രാവും പകലും പണിയെടുക്കുന്ന അണികളാണ്. അവരുടെ നേതാവ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വിഷയം പറയാം. കോൺഗ്രസ് കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ച് BJP നേതാവ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പൂർത്തീകരിച്ചോട്ടെ. കോൺഗ്രസിന് കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മുടെ ബഹുമാന്യനായ MP അദ്ദേഹം ഇവിടെ മെട്രോ ട്രെയിൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ വകയാണെന്ന് പറഞ്ഞ് അതിൽ പോസ്റ്റ് ഒട്ടിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. വന്ദേ ഭാരത് കൊണ്ടുവന്ന സമയം
സ്വന്തം മുഖം അതിൽ ഒട്ടിച്ചു വികൃതമാക്കി എന്നല്ലാതെ 10 പൈസയുടെ വികസനം കോൺഗ്രസ് എംപിക്ക് പാലക്കാട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ശരി നിതിൻ അല്ല നിതിൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. നിതിൻ പറഞ്ഞിട്ട് അതായത് ഇത്രയും മൈക്ക് കിട്ടിയാൽ പച്ച കള്ളം വിളിച്ചു പറയുന്ന ആളാണ് BJPയുടെ നേതാവ് എന്ന് ഇതിനകം ബോധ്യമായി. നിങ്ങൾ നോക്കൂ, 416 രൂപയുണ്ടായിരുന്ന പാചകവാതകം 1160 രൂപയായി. 54 രൂപയുണ്ടായിരുന്ന ഡീസൽ 106 രൂപയായി. പെട്രോൾ 44 രൂപയുണ്ടായിരുന്ന ഡീസൽ 102 രൂപയായി. ഇത്രയും വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിനുള്ള കാരണം ഈ നരേന്ദ്രമോദിയുടെ BJP സർക്കാരിന്റെ നിലപാടും നയവുമാണ്. എന്നിട്ട് ഇപ്പോ ടോൾ ബൂത്തിന്റെ കണക്കും ഹൈവേയുടെ കണക്കും എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു ഊണാണ് വക്കീലെ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇത്രയും വലിയ വിലക്കയറ്റം ഉണ്ടാക്കി ആ വിലക്കയറ്റത്തിന് കാരണമാകുന്ന കമ്പനികളിൽ നിന്ന് പണം കൈക്കൂലി വാങ്ങിയ BJPയുടെ നേതാക്കൾ 7000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ ഇവിടെ വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പാലക്കാട് IIT കുറിച്ച് പറഞ്ഞു. ഇതാ കഞ്ചിക്കോട് വിൽക്കാൻ വെച്ചിരിക്കുക 56,400 കോടി വരെയുള്ള ബെമൽ 550 കോടി രൂപയ്ക്ക് 725 കോടി രൂപ ആ മേഗാ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് BJP നിൽക്കുന്നത്. എവിടെ പാലക്കാട്ടെ കോച്ച് ഫാക്ടറി? ചോദ്യം ഇപ്പൊ ഈ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്നുള്ളത് നമ്മൾ ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയ ഒന്നല്ല, എത്രയോ കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ VK ശ്രീകണ്ഠൻ എന്ന നിങ്ങളുടെ സിറ്റിംഗ് MP ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? നമ്മുടെ BJPയുടെ പ്രതിനിധി കുറെ വികസനത്തിന്റെ ഏതോ എഴുതി കൊണ്ടുവന്നത് ഇവിടെ വായിച്ചു. ഞാൻ ഒരൊറ്റ കാര്യം തിരിച്ചു ചോദിക്കുന്നുള്ളൂ. ഇതിനകത്ത് സാധാരണക്കാരനായ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ UP ഗവൺമെന്റ് 2 കാര്യങ്ങൾ പറയാം. നിങ്ങളാ പറഞ്ഞതെല്ലാം പോവും. ഏതാണെന്നറിയോ? കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. രണ്ടാമത്, ഇവിടുത്തെ കർഷകൻ, പുതിയ റിപ്പോർട്ട് കേൾക്കണം നിങ്ങൾ, 104,000 കർഷകർ ഓൾറെഡി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. ദിവസം 34 പേരാണ് ആത്മഹത്യ. എന്താണ് അതിന് കാരണം? എന്താണ്? അവരെ സഹായിക്കുന്നില്ല. കേട്ടോ, 72,000 കോടി കർഷകന്റെ കടങ്ങൾ എഴുതിത്തള്ളി. നിങ്ങൾ എഴുതിത്തള്ളി 7 ലക്ഷം കോടി. ആരുടെ? വിജയ് മല്യ, നീരവ് മോദി, ലളിത് മോദി കള്ളന്മാരെല്ലാവരും ചേർന്ന് അവരുടെ കടങ്ങൾ നേതാവ് ജയിലിൽ പോയതാ. ഇതിന് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കിട്ടിയതാണ്. എന്തെങ്കിലും തോന്നിവാസം പിടിച്ചിട്ട് പോവാന്ന് വിചാരിക്കണ്ട. പോകുന്ന കേസിന്റെ പോകും. ഞാൻ വ്യക്തമായി പറഞ്ഞു, എല്ലാ മോഡിമാരും കള്ളന്മാരാണെന്ന് പറഞ്ഞ ഡിഫമേഷൻ വരും. എല്ലാ മോഡിമാരും കള്ളം പറഞ്ഞ ഡിഫമേഷൻ വരും. പറഞ്ഞു ആരുടെ കടങ്ങളാണ് മാപ്പ് പറഞ്ഞാണ് സഹോദരൻ. നിങ്ങൾ അപ്പോ നിങ്ങൾക്കൊരു മാപ്പ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധി ശരി ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ശ്രീ ഫാറൂഖ്, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ പറഞ്ഞില്ല. ഇപ്പൊ ഈ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞല്ലോ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിങ്ങളുടെ എന്ത് ചെയ്തു? ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലക്കാനുള്ള തീരുമാനമാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി 14 തവണ കേന്ദ്രമന്ത്രിയെ കണ്ടു. 2 റെയിൽവേ വകുപ്പ് മന്ത്രിമാരെ ബഹുമാനായ ശ്രീ VK ശ്രീകണ്ഠൻ കണ്ടു. അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞത് ഇനി കോച്ച് ഫാക്ടറി നൽകില്ല, കോച്ച് ഫാക്ടറി നൽകാൻ കഴിയില്ല എന്നും ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നിങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന പൊതുമേഖലയൊക്കെ വിറ്റ് പ്രൈവറ്റ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ആ പരിപാടി തുടരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോച്ച് ഫാക്ടറി തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നിരന്തരമായി ആ വിഷയം ഞാൻ വേണമെങ്കിൽ ഡിബേറ്റിന് തയ്യാറാണ്. 14 തവണ ഒരു മന്ത്രിമാരെ പോയി കണ്ടു, നിവേദനം കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തത് ആ അക്യൂർ ചെയ്ത ഭൂമി തിരിച്ചു കേരള ഗവൺമെൻറ്റിന് തിരിച്ചു നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾ ശ്രീ VK ശ്രീകണ്ഠൻ തന്നെയാണ്. പക്ഷേ ഇവരുടെ നയം
സംഘപരിവാറിൻ്റെ നയം പൊതുമേഖലകളെല്ലാം ഒഴിവാക്കി അദാനിക്കും അതുപോലെ അംബാനിക്കും നമ്മുടെ നാടിനെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് കേന്ദ്രമാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കോച്ച് ഫാക്ടറി സംബന്ധിച്ച് പാലക്കാട് ഒരുപാട് വർഷങ്ങളായി പാലക്കാട്ട് ജനങ്ങളെ ഈ പറയുന്ന കോൺഗ്രസ് പാലക്കാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. കാരണം ഇതാദ്യം ഈ കോച്ച് ഫാക്ടറി സംബന്ധിച്ച് വരുന്നത് ഏതാണ്ട് 2006 അങ്ങനെ രണ്ടാം UPA സർക്കാർ വന്ന സമയത്ത് 2006 ഇത് വന്നത്. 2009 രണ്ടാം UPA സർക്കാർ വന്നു. രണ്ടാം UPA സർക്കാർ സമയത്ത് നമുക്ക് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഒന്നും രണ്ടുമല്ല ഇതേപോലെ വെള്ളിയും ഇട്ടിട്ട് 8 ആശാന്മാർ മന്ത്രിമാരായിട്ട് ഡൽഹിക്ക് പോയിരുന്നു. ആ കോപ്പന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. പറ്റില്ല, സൗകര്യമില്ല. ഇത് ശരിയല്ല. ആ 8 മന്ത്രിമാർക്ക് കോപ്പൻ എന്ന് പറയുന്നത് പാർലമെന്ററി അല്ല. ഇതാണോ സംസ്കാരം? ആ 8 മന്ത്രിമാർക്ക് വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനിയിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. പ്രചാരണ ചൂട് കൊഴുക്കുന്നു, അതിന്റെ കൂടെ തന്നെ വേനൽ ചൂട് അതിനേക്കാൾ ഇരട്ടിയാണ്. അപ്പോൾ ഈ 2 ചൂടും കൊണ്ട് നമ്മൾ ഉരുകി ഒലിച്ച് വിയർക്കുകയാണ്. ഞാൻ തിരികെ നമ്മുടെ ചർച്ചാ പാനലിലേക്ക് പോകുന്നു. അതിനു മുൻപായി അതിഥികൾ പ്രബുദ്ധരായ വോട്ടേഴ്സാണ്, അവർക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ അവരിലേക്കൊന്ന് പോകുന്നു. ആരോടാണ് ചോദ്യം? ആരോടാ ചോദ്യം? LDFിനോടും അതേപോലെ തന്നെ UDFിൻ്റെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം തന്നെ നിങ്ങൾ എത്ര സഹിഷ്ണുതയോടുകൂടിയാണ് ഇന്ത്യ സഖ്യം മുന്നണി പാലക്കാട് കോട്ട മൈതാനത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം വൈസ് ചെയർമാൻ ഞാൻ പറയാം, BJPയുടെ പ്രതിനിധി മോദി ഗ്യാരണ്ടിയെ കുറിച്ച് എണ്ണി പറയുമ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് അവർ രണ്ടുപേരും കൂടെ വൈസ് ചെയർമാനെ തടസ്സപ്പെടുത്തിയാണ് മോദി ഗ്യാരണ്ടിയെ കുറിച്ച്. അതൊരു വശം. അല്ല, തടസ്സപ്പെടുത്തലൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, ആരോഗ്യകരമാണെങ്കിൽ. ആരോഗ്യകരമാണ്, പക്ഷേ പറയാൻ അനുവദിക്കേണ്ട സാമാന്യ മര്യാദയുണ്ട്. അതുകൊണ്ട് പാലിച്ചില്ലല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോ CPMന്റെ പ്രതിനിധിയോടാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. അവിടെ രാജസ്ഥാനിൽ CPMന് ഒരു സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കേണ്ട സ്ഥിതിയാണ് CPMന് അവിടെ ഉള്ളത്. എന്തുകൊണ്ട് കേരളത്തിലും അതുപോലുള്ള സാഹചര്യം നിങ്ങൾക്ക് ആയിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം UDFിൻ്റെ പ്രതിനിധിയോടാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ പാർട്ടിയായ SDPI കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ കേരളത്തിൻ്റെ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരുടെ ഭീകരരെ വോട്ട് വാങ്ങി ജയിക്കാനുള്ള തന്ത്രമല്ല ഇവർ പറയുന്നത്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ വോട്ട് വേണ്ട എന്ന് നട്ടല്ലോടെ നിവർന്നെന്ന് പറഞ്ഞില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ വിഷയം കൃത്യമായിട്ട് UDFിന്റെ പ്രതിനിധി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, മറുപടി നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ 33% ജനം വോട്ട് ചെയ്തപ്പോഴാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. ബാക്കി 67% ആളും BJPക്കും RSSനും നരേന്ദ്രമോദിക്കും എതിരാണ്. ആ 67% ആളുകളെ ഒന്നിച്ചണിനിരത്തുക, BJPയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനുള്ള കാരണം ജനാധിപത്യം എന്ന സംവിധാനത്തെ BJPയും RSSും ഇന്ന് ഉപയോഗിക്കുന്നത് പോലെയല്ല ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ടത്. ജനാധിപത്യത്തിൻ്റെ അർത്ഥം ഭൂരിപക്ഷമുള്ളവൻ്റെ തോന്നിയാസം നടപ്പിലാക്കൽ എന്നല്ല. ജനാധിപത്യത്തിൻ്റെ അർത്ഥം ആ ജനാധിപത്യത്തിൽ ഏത് ന്യൂനപക്ഷത്തിൻ്റെയും ശബ്ദത്തിന് ഉണർവും ഉയർച്ചയും സംരക്ഷണവും നൽകുക എന്നുള്ളതാണ്. ഇവിടെ BJP ചെയ്യുന്നത് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ജയിലിലടയ്ക്കാൻ ED ഉപയോഗിച്ച് CBI ഉപയോഗിച്ച് ഈ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷത്ത് നിന്നാൽ ED വരും, BJPക്കൊപ്പം പോയാൽ കേസില്ല. അതെങ്ങനെ അങ്ങനെ ഈ രാജ്യത്തിനകത്ത് നടക്കുക? പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ CBI വരും, BJPയുടെ കൂടെ പോയാൽ കേസില്ല. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന BJPയെ, നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഇടതുപക്ഷം ഈ രാജ്യത്തിലെ
ബാക്കി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുമായി ഒന്നിച്ചു നിൽക്കും. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ട. അതാണ് ശരി. താങ്കളുടെ ചോദ്യത്തിന് മറുപടി കേൾക്കണ്ടേ? SDPI പിന്തുണ. ഇവിടെ ആ വ്യക്തി ചോദിച്ച ചോദ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വ്യക്തമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്, ദിവസേന ഒരു ചാനലിന്റെ ഒരു വാർത്തയെങ്കിലും കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് പറഞ്ഞിട്ടില്ല, അത് കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ ഒരു സംഘടന, വർഗീയമായ സംഘടനകൾ, അത് SDPI എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ മനുഷ്യനെ വേർതിരിക്കുന്ന, മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് നടത്തുന്ന ഏത് വർഗീയതയോടും സന്ധിയില്ലാതെ നിൽക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ശരി. ഇവിടെ എനിക്ക് ഒരു ചേട്ടൻ എന്നോട് വന്ന് നേരത്തെ, വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹം നിറഞ്ഞ വക്കീലിനോടാണ് ഒറ്റ ചോദ്യം. പാലക്കാട് ബസ് സ്റ്റാൻഡിന് പിന്നെ VK ശ്രീകണ്ഠൻ 2,26,00,000 രൂപ അനുവദിച്ചു. ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസോ CPM മറ്റു സംഘടനകളോ ഒന്നുമല്ല, BJP ആണ്. സ്നേഹത്തോടു കൂടി രാഷ്ട്രീയം നോക്കാതെ 2,26,00,000 രൂപ തന്നപ്പോൾ നഗരസഭാ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കത്തും കൊടുത്തു അത് ഉദ്ഘാടനം ചെയ്യാൻ അനുമതിയായിട്ട്. എന്തുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് വക്കീലും മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാൻ, ശ്രീകണ്ഠനെ ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊരു മറുപടി. ഉദ്ഘാടനം ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. മൊത്തം 22 കോടിയുടെ പ്രോജക്റ്റാണ്. ആ 22 കോടിയുടെ പ്രോജക്റ്റ് നരേന്ദ്രമോദി സർക്കാർ MP-മാർക്ക് കൊടുക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഈ 2 കോടി നഗരസഭയ്ക്ക് തന്നിട്ടുള്ളത്. തന്ന സംഖ്യയ്ക്കൊക്കെ വളരെ സന്തോഷം, വളരെ നന്ദിയുണ്ട്. പക്ഷെ ആ പണി അവിടെ, ആ ബസ് സ്റ്റാൻഡ് പ്രാവർത്തികമാക്കാനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇല്ല കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ തർക്കിക്കാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നത് അത് യാർഡും നിങ്ങളോട് ആളോട് ചോദിച്ചാൽ മതി. അപ്പോ ഞാൻ പൂർണ്ണമായും ഹാൻഡ് ഓവർ വക്കീൽ മറുപടി. അതായത് ആ യാർഡും ആ ബസ് സ്റ്റാൻഡും തമ്മിൽ ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അത് ഹൈറ്റ് കറക്റ്റായിട്ട് ആളുകൾക്ക് ഇറങ്ങാനും അതിൽ കയറാനുമുള്ള ഹൈറ്റ് കറക്റ്റാക്കിയാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മുനിസിപ്പാലിറ്റിയുടെ ഈ പറയുന്ന എഞ്ചിനീയർ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യാൻ അനുമതി കൊടുത്തു. ഇല്ല അങ്ങനെ ഒരു കത്ത് എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇല്ല അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് അല്ല വന്നോളൂ, നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല. ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈറ്റിന്റെ പ്രശ്നം തീരും. താങ്കൾക്ക് എന്താണ്, ആരോടാണ് ചോദ്യം? എനിക്ക് നമ്മളുടെ കാണികളോട് ഒരു പ്രത്യേക അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇത് വെറുതെ ഒരു അഭിപ്രായം, ഇത് ചർച്ചയാണ്. നിങ്ങൾ തല്ലുകൂടേണ്ട ചർച്ചയല്ല അത്. നമ്മുടെ പ്രതിനിധികളോട് എന്താണ് താങ്കൾക്ക് ചോദിക്കാനുള്ളത്? ഏതെങ്കിലും പാർട്ടി പ്രതിനിധികളോട് ചോദിക്കാനുണ്ടോ? ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ സമാധാന ചർച്ചകളായിരിക്കണം. ശരി, താങ്കൾ ചോദ്യമുണ്ടോ? ചോദ്യം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കൃഷ്ണദാസ്ജിയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ സെൻട്രൽ ലീഡർഷിപ്പിനെ കണ്ടിട്ടാണ് കേരളത്തിലെ BJP-ക്കാർ മുഴുവൻ വോട്ട് ചെയ്യുന്നത്. അതിൽ കേരളത്തിലെ BJP പ്രവർത്തകർ കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കണം. അത് നഗരസഭ ആയിക്കോട്ടെ ഒന്നുകൂടെ. അടുത്ത പ്രധാനമന്ത്രി അതിനെ പറയണേ, ഇത് അകത്ത പ്രശ്നമാണ്. സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നി. അടുത്ത പ്രധാനമന്ത്രി, നിങ്ങൾ എല്ലായിടത്തും പറയാം, അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മത്സരിക്കണം നല്ലത്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യത്തെ സംസാരത്തിന് മനസ്സിലായത് അത് നിങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പിന്റെ വ്യത്യാസം പ്രശ്നമായിരിക്കും. തീർത്താൽ മതി അവിടെ. രണ്ടുപേരോടും ചോദ്യമുണ്ട്, ഓരോ ചോദ്യം വെച്ച്. തീർച്ചയായും ആദ്യത്തെ ചോദ്യം BJP പ്രതിനിധിയോടാ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. എന്റെ ചോദ്യം, കഴിഞ്ഞ ദിവസം ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കണക്ക് പുറത്തു വന്നു.
ആ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോകത്തെ ജനങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതിന്റെ കണക്കാണ്. മലയാളത്തിൽ പറഞ്ഞുതരാം. ആ കണക്കിൽ ഇന്ത്യയുടെ സ്ഥാനം 126 പട്ടിണി സൂചികയിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എതിർക്കുന്ന പാകിസ്ഥാന്റെ സ്ഥാനം 108 എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല സർ മോദി വന്നപ്പോ. ഒന്ന് രണ്ട് 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 ചോദ്യം ചോദിക്കട്ടെ, മറുപടി പറയാം, ചോദ്യം ചോദിക്കട്ടെ. LDF പ്രതിനിധിയോട് അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇവിടെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം LDFന്റെ പ്രതിനിധിയോടാണ്. നോക്കൂ, ഇവര് BJP എതിർക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു നിങ്ങൾ പറയുന്നു. കർണാടകയിൽ BJP ഇപ്പൊ LDFന്റെ കേരളത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോ വെച്ച് സതീഷ് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു സതീഷേ, കൃഷ്ണൻകുട്ടിയേട്ടന്റെ ഫോട്ടോ നിങ്ങൾ വല്ലാതെ പ്രചരിപ്പിക്കേണ്ട, എടുത്ത് കാണിച്ചോ, കേസിൽ അകത്തു പോകും. കാരണം അത് വ്യാജമാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. പരാതി ബിജെപിക്കെതിരായി എങ്ങനെ നിങ്ങൾ നമ്പുമെന്നുള്ളതാണ് ചോദ്യം. ബിജെപിയിൽ പോകില്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറ്റുമോ? നിങ്ങളുടെ നേതാക്കളായിരുന്ന അനിൽ ആന്റണിയും വേണുഗോപാലും ഒക്കെ എന്തുകൊണ്ട് BJPയിൽ പോയി എന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മതി. എന്ത് കാരണം കൊണ്ടാണ് ആര് നടത്തിയ സർവേയാണത്? ആരെങ്കിലും ഇത് കോൺഗ്രസ് പാർട്ടി നടത്തിയ സർവേ ആയിരിക്കും ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇന്ന് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന സർക്കാരാണ്. 80 കോടി ജനങ്ങൾക്ക്. ഈ പറയുന്ന ആളുകളെല്ലാം ലോക പട്ടിണി സൂചികയിൽ 121 സ്ഥാനം. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ വാങ്ങിക്കൂ ചേട്ടാ. സൗജന്യ റേഷൻ വാങ്ങിക്കൂ, കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കൂ, പ്രധാനമന്ത്രി ആവാസ് യോജന വാങ്ങിക്കൂ. ഒറ്റ ചോദ്യം അത് വാങ്ങിക്കൂ ചേട്ടാ. ഇപ്പൊ നരേന്ദ്രമോദിയെ കൊടുക്കുന്നത്. ക്യൂ നിൽക്കണ്ട, ഏത് റേഷൻ ഷോപ്പ് പോയാലും ക്യൂ നിൽക്കണ്ട, ഏത് റേഷൻ കടയിൽ പോയാലും കിട്ടും. സഹോദര, ക്യൂ നിൽക്കണ്ട, ഏത് റേഷൻ ഷോപ്പ് പോയാലും കിട്ടും. നഗരം ഭരിക്കുന്ന ഭാരതീയ റേഷൻ ഷോപ്പ് എന്ന് പറയുന്നത് മോദിയുടെ ഔദാര്യമല്ല വക്കീലെ. വക്കീൽ അങ്ങനെ പറയരുത്. റേഷൻ എന്ന് പറയുന്നത് മോദിയുടെ ഔദാര്യമല്ല, നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ നിങ്ങളുടെ ഔദാര്യമായിട്ട് പറയണ്ട. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ബ്രേക്ക്. വെൽക്കം ബാക്ക്. 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് പാലക്കാട് നിന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം മാത്രമാണ്. ഞാൻ ഫാറൂഖിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ എന്ന സിറ്റിംഗ് MP, അദ്ദേഹം കഴിഞ്ഞ തവണ 11,000 ശിഷ്ടം വോട്ടുകൾക്ക് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച MP ആണ്. അതിനുശേഷം കുറച്ചുകൂടി കരുത്തോടെ അദ്ദേഹം ഇക്കുറി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? എന്താണ് വീണ്ടും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിന് 1, 2, 3, 4 എന്തൊക്കെ? പാലക്കാട് നിയോജകമണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന MP 2 കോടി ലാപ്സാക്കി പോയ ഒരു MP ആയിരുന്നു. ആ 2 കോടി കൂടി ഉപയോഗിച്ച് ഇവിടെ ഫണ്ട് കൊണ്ടുവന്ന ആളുടെ പേരാണ് ശ്രീ VK ശ്രീകണ്ഠൻ. അതോടൊപ്പം തന്നെ 17 കോടിയിൽ ഇപ്പോൾ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എത്ര കോടിയാണ് ചെലവഴിക്കാതെ കിടക്കുന്നത് എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 25 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തു. 17 കോടിയാണ് ഉള്ളത്. 17 കോടി. 17 കോടിയിൽ എങ്ങനെ 25 കോടി കൊടുക്കാൻ? ഞാൻ പറയാം. 17 കോടി അനുവദിച്ചതിൽ വിനിയോഗിക്കാതെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ള് വിനിയോഗിച്ചു. എംപിമാരുണ്ട് സാർ, ഫുള്ള് വിനിയോഗിച്ചു. ഞാൻ പറയുന്നു, ഫുള്ള് വിനിയോഗിച്ചു. എംപിമാരുണ്ട്. VK ശ്രീകണ്ഠൻ ഫുള്ള് വിനിയോഗിച്ചു. 97% വിനിയോഗം. പറയാം, അതിൽ 16 കോടി 73 ലക്ഷം രൂപ വിനിയോഗിച്ചു. 27 ലക്ഷം. അതെ, 16 കോടി. അതെ, ഞാൻ അടുത്തത് 3% മാത്രമാണ് AS ആവാത്തത്. ആ 3% AS ആവാത്തത് ചില ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഓഫീസർ ചില വർക്കുകൾ ഡിലേ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ജൂൺ മാസത്തോട് കൂടിയിട്ട് അതെല്ലാം അക്കൗണ്ടിൽ ബാക്കിയുള്ളത്, ചെലവഴിക്കാതെ ബാക്കിയുള്ളത് 3.19 കോടിയാണ്. അത് എന്നത്തെ കണക്കാണ്? നോക്കൂ ഫറൂഖ്, ഇതൊന്നും പാർലമെന്റ്
രേഖയിലുള്ളതാണ്. അല്ല, സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് അറിയാത്തത് പറയരുത്. ഇത് എഴുതി കൊടുത്താൽ അനുവദിക്കുന്ന സംഖ്യ എഴുതി കൊടുക്കാൻ ഒഴിവുണ്ടായില്ല. എഴുതി കൊടുക്കാൻ ഒഴിവുണ്ടായില്ല. പോയി കളക്ടറേറ്റിൽ അന്വേഷിക്കുക. 16 നിങ്ങൾ ഇതെല്ലാം രേഖയിലുള്ളതാണ്. 97% തർക്കിക്കണ്ട. ശരി കൈരളിയുടെ വാർത്ത കേൾക്കരുത്. കൈരളിയുടെ വാർത്ത കേൾക്കരുത്. 97% ചെലവഴിച്ചിട്ടുണ്ട്. 97% ഫണ്ടും ചെലവഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി കൂടുതൽ അദ്ദേഹം ചെയ്ത വർക്കുകൾ ഫറൂഖ് എന്റെ ചോദ്യം 1 2 3 4 എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് VK ശ്രീകണ്ഠൻ തന്നെ വീണ്ടും അതിനുള്ള ഉത്തരം ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, പറയൂ. പാലക്കാട്ടെ 7 നിയോജകമണ്ഡലത്തിനകത്ത് ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിച്ച ഒരു MP-യും കോവിഡ് കാലം ഉൾപ്പെടെ ഞാൻ വേണം സമയം തരാണ് ഇതൊക്കെ വായിക്കാം. സമയം തരാണ് ഇതൊക്കെ വായിക്കാം. 2.1 കോടി ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രി വെന്റിലേറ്ററിന് 1 കോടി. അങ്ങനെ പറയാം. ഇതാ ഞാൻ ഇതിന് കോപ്പി തരാം. അതോടൊപ്പം തന്നെ ഇത് മൊത്തം പറയാൻ സമയം തരാണെങ്കിൽ ഞാൻ മൊത്തം പറയാം. അങ്ങനെ വികസനം നടത്തിയ വികസനം നടത്തിയ ഒരു MP-യും അതോടൊപ്പം തന്നെ ദയവേത് ഞാൻ ഇവിടെ ഒരു ആരോഗ്യകരമായ ചർച്ച ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുകയാണ്. ദയവേത് നിങ്ങൾ സഹകരിക്കുക. കൈരളിയിലെയും ദേശാഭിമാനിലെയും ചില വാർത്തകൾ വരുന്നത് വിശ്വസിക്കരുതെന്ന് ഞാൻ ആദ്യമായി വിനീതമായി പറയാണ്. രണ്ടാമത് നിങ്ങൾക്ക് വ്യക്തമായ ഞാൻ പറഞ്ഞു ഇതൊക്കെ അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ VK ശ്രീകണ്ഠൻ, പാലക്കാട് ജനങ്ങൾക്കൊപ്പം കൂടെ ചേർന്ന് പ്രവർത്തിച്ച VK ശ്രീകണ്ഠൻ, ഞാൻ ഒരു കാര്യം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം, ചേർത്തുപിടിക്കൽ, സ്നേഹം, കരുതൽ, 25 സ്കൂളുകൾ. ആ 25 സ്കൂള് അത് വേണം, അതില്ല. സ്നേഹം എന്താണെന്ന് അറിയില്ല. അതാണ് വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഇന്ത്യ 138 സ്ഥാനത്ത് കിടക്കുന്നത്. 25 സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഡൽഹി കാണാൻ. സുഹൃത്തുക്കളെ, ആരും കൈരളി കാണണ്ട, ദേശാഭിമാനി കാണണ്ട, ഭീഷണ പത്രം വായിക്കുക. അദ്ദേഹത്തിന്റെ വക്കീലിന്റെ പത്രം. ചോദ്യം എന്താണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ കൃഷ്ണദാസേട്ടനാണ് ചോദ്യം. ആ ടൗൺ ഹാളിൽ പൊളിച്ചിട്ട് കാലം എത്രയും? MLA ഫണ്ടില്ലാതെ മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പൊളിച്ചു. ആ ബസ് സ്റ്റാൻഡ് എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ? പിന്നെ വൈകുന്നേരമായ 5 മണി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് റോട്ടിൽ കൂടെ നടക്കാൻ കഴിയുന്നില്ല. 5 മണി കഴിഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. 5 മണി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മിഷൻ ഹൈസ്കൂൾ വഴിക്ക് പോകാൻ കഴിയുന്നില്ല. വെളിച്ചമില്ല. അത് പോലീസിന്റെ പണിയാണ്. പോലീസിന് വെച്ച് ലൈറ്റ് വേണം, വെളിച്ചം വേണം. അമൃത പദ്ധതി എന്തായി? വെള്ളം എവിടെ? ഒരു മിനിറ്റ്. ആദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ ടൗൺ ഹാൾ എന്തായി? അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. 2014 നമ്മുടെ ബഹുമാന്യനായ പാലക്കാട് MLA ഷാഫി പറമ്പലിൻ്റെ പദ്ധതി പ്രകാരമാണ് അത് പുനർനിർമ്മാണം ആരംഭിച്ചത്. നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ട വിധത്തിൽ MLA ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് എന്ന് ബഹുമാന്യനായ പാലക്കാട് MLA നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് എന്ന് താങ്കളെ വിനയപൂർവ്വം അറിയിച്ചു. സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണോ ഇത് ഇപ്പൊ പറഞ്ഞ വിഷയം? വക്കീൽ പറഞ്ഞ ഒരു മറുപടി പറഞ്ഞോട്ടെ. ഒറ്റ മറുപടി. പാലക്കാട് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി തൊട്ടപ്പുറത്തുള്ള ടൗൺ ഹാൾ നേരാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് BJP വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. രാജ്യത്തിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് പണി ചെയ്യാൻ അറിയുമെങ്കിൽ ആ പണി നിർത്തി പോവാ. സംസ്ഥാന സർക്കാരിനെ
ചോദ്യം ആരോടാ? യുഡിഎഫിന്റെ പ്രതിനിധിയോടും മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഒരു അതാണോ യുഡിഎഫിന്റെ പ്രതിനിധി നടത്തുന്നത്? ഒരു ചോദ്യം, രണ്ട് ചോദ്യം. ശ്രദ്ധിക്കൂ, രണ്ട് ചോദ്യം. ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ചങ്ങാതി. അതെ, ശരി ശരി, ചോദ്യം മൈക്ക് അടുപ്പിച്ച് വെച്ചു. ചോദ്യം കൃഷ്ണദാസ്. ആദ്യം മുനിസിപ്പാലിറ്റി നേരാക്കി, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള സംസ്ഥാന ഭരണത്തെ കുറിച്ച് ചെയ്യാൻ പറ്റാതെ 1000 കോടി അമൃതിൽ കിട്ടി, ആ പൈസ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ പാലക്കാട് നഗരത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു ചോദ്യമുണ്ട്, ദേവി അത് കേൾക്കൂ. ഒരു മിനിറ്റ്, യുഡിഎഫിന്റെ പ്രതിനിധിയോടാണ്. രണ്ട് പേരോട് ഓരോ ചോദ്യം. യുഡിഎഫിന്റെ ശരി, പ്രതിനിധിയോടാണ്. ആദ്യം യുഡിഎഫിന്റെ പ്രതിനിധിയോട്. ഇതിന് പുറകില് ഓപ്പൺ ജിംനേഷ്യം ഉണ്ട്. രാജേഷേട്ടൻ മുൻപേ MP ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്, പദ്ധതിയാണ്. ഇപ്പൊ അത് കാലഹരണപ്പെട്ടു പോയി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3.19 കോടിയാണ് ശ്രീകണ്ഠന്റെ ഫണ്ടിൽ ഇനി ബാലൻസ് ലാപ്സായി പോയത്. വെറും ഒരു 30,000 രൂപ കൊടുത്തിട്ട് അത് ശരിയാക്കുകയാണെങ്കിൽ എത്ര ആളുകൾക്ക് ഉപകാരമാകുന്ന കാര്യമാണ്. ആ ഒരു മിനിറ്റ് ചോദ്യം അവിടെയാണ്, ചോദ്യം അങ്ങോട്ടാണ്. ഒരു മിനിറ്റ് പറയാം. ഫാറൂഖ് മറുപടി. പിന്നെ നിങ്ങളുടെ കോലീബി മൈനൻസ് അല്ലേ അതെ അതാരാ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു പോയി. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടോ? Maintenance അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടോ? മൈനൻസ് ആണോ? അല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ഈ പൊതുപ്രവർത്തകർ നിങ്ങൾക്ക് ചെയ്യാൻ മൈനൻസ് ആണോ? പുതിയ പദ്ധതിയാണോ? ശരി ശരി, അടുത്ത ചോദ്യം കൃഷ്ണദാസിനോട്. അടുത്ത ചോദ്യം, പെട്ടെന്ന്, കേരളത്തിൽ നിന്ന് break ജയിച്ചു എടുക്കണം. പോണ എല്ലാ MP-മാർക്കും കേന്ദ്രമന്ത്രിസ്ഥാനം നൽകുന്നതാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ നിന്ന് 20 MP-മാർ ജയിച്ചു പോകണമെങ്കിൽ എല്ലാവർക്കും കേന്ദ്രമന്ത്രിസ്ഥാനം ഇവർ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഭരണത്തിൽ വന്നാലേ കൊടുക്കാൻ പറ്റൂ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആ സഖാവിനോട് എല്ലാവിധ ആശംസകളും. NDA 20 സീറ്റും ജയിക്കട്ടെ എന്ന് താങ്കളുടെ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു, 20 പേരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തി, 2 പേരും. ശരി, ഒരിക്കൽ കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. ബ്രേക്ക്. വെൽക്കം ബാക്ക്. നമ്മൾ രാഷ്ട്രീയം പറയുകയാണ്. പാലക്കാട്ട് നിന്നുകൊണ്ട് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശ്രീ നിതിൻ കണിച്ചേരി, ഇപ്പോൾ 2 തവണ MP രാജേഷ് തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ വന്നത്. അപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാകും അത്? ഈ കഴിഞ്ഞ 5 വർഷക്കാലവും അതിന് മുൻപുണ്ടായിരുന്ന 10 വർഷവും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഈ 5 വർഷം കൊണ്ട് എന്തുണ്ടായി എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തുണ്ടായി എന്നല്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പാലക്കാട് നഗരത്തിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ MP-ക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ ഇതൊന്നും ഇത്രയൊന്നും ഇവിടെ ഫാറൂഖൊന്നും ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ എല്ലാം കയ്യിലുള്ള ഗാഡ്ജറ്റുകളിലും ഫോണുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾ MP കോച്ച് ഫാക്ടറിക്കോ വികസനത്തിനോ വേണ്ടി നടത്തിയിട്ടുള്ള പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ 1 മിനിറ്റ് വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇടാൻ പറ്റുമോ? വിളിച്ച് ചോദിക്കുന്നു, 1 മിനിറ്റുള്ള ഒരു വീഡിയോ ക്ലിപ്പ്. ഏതെങ്കിലും ഒരു ചോദ്യം കോച്ച് ഫാക്ടറി അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് ശ്രീകണ്ഠന് മുൻകൈ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് CAA ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന നിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ BJP സർക്കാർ പാസാക്കുമ്പോൾ അതിനെതിരായി ഒരു വാക്കുരിയാടാൻ കഴിയാതിരുന്ന ആളാണ് പാലക്കാട്ടെ MP. രാഷ്ട്രീയ നിലപാടില്ലാത്ത വികസനത്തിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയാത്ത ഈ MP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പാലക്കാട്ടെ എല്ലാ ആശ്രയിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും 1 മിനിറ്റ് പ്രസംഗം നിങ്ങളൊന്ന് കാണിച്ചാൽ മതി, വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏറ്റവും മുന്നിലുള്ളവരിൽ ഇദ്ദേഹമില്ല. NK പ്രേമചന്ദ്രനും ET മുഹമ്മദ് ബഷീറും ശശി തരൂരും ഏറ്റവും മുന്നിൽ നിൽക്കുന്നു സഭയിൽ, ചർച്ചകളിൽ. ഏറ്റവും പുറകിലാണ് എല്ലാ കാര്യത്തിലും, ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും. വിഷയങ്ങൾ ഉന്നയിച്ചതിൽ അദ്ദേഹമില്ല. ചോദ്യങ്ങൾ മുന്നിൽ അദ്ദേഹമില്ല, അദ്ദേഹത്തിന്റെ പേരില്ല. അപ്പൊ അതാണ് അതിനുള്ള വളരെ UDF-ന്റെ 106 ആളെ സസ്പെൻഡ് ചെയ്തു. 106 ആളുകൾ. ഹലോ, UDF-ന്റെ BJP-ന്റെ പ്രതിനിധിയോടാണ്. ശരി, പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കാനുള്ളത്, പാലക്കാട് ശ്രീകണ്ഠൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടായിട്ട് ജനങ്ങൾ കാണുന്നത് ഒലവക്കോട് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ചർച്ച ചെയ്ത വിഷയമാണ് ആ ബസ് സ്റ്റോപ്പ്.
ജനങ്ങളെ കയറ്റി നിൽക്കാത്ത ബസ് സ്റ്റോപ്പായി മാറി. അതിൻ്റെ ചെലവ് എത്രയെന്നറിയോ? കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ലൈഫ് ഭവന പദ്ധതി 10 ലക്ഷം റുപ്യക്ക് പണി പൂർത്തീകരിക്കുമ്പോൾ അതിന് 15 ലക്ഷം റുപ്യാണ്. ആ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള വില 15 ലക്ഷം റുപ്യാണ്. MP-യുടെ രണ്ട്. ബിജെപിയുടെ പ്രതിനിധിയോടാണ്. രണ്ടാമത് ബിജെപിയുടെ പ്രതിനിധിയാണ് കൃഷ്ണദാസ്. ഇന്നത്തെ ബിജെപിയുടെ MP മത്സരിക്കുന്ന കൃഷ്ണകുമാർ നിർബന്ധപൂർവം ഈ കാണുന്ന ഓപ്പൺ ജിം ഞങ്ങൾ തന്നെ നടത്തിപ്പ് അവകാശമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി വാങ്ങിയെടുത്താണ്. പല ആളുകൾ ഇതിന്റെ നടത്തിപ്പ് അവകാശത്തിന് വന്നപ്പോൾ പറ്റില്ല, ഞാൻ തന്നെ നടത്തും എന്ന് പറഞ്ഞു. അതിന്റെ അവസ്ഥ എന്താണെന്നറിയാം. ഈ നഗരസഭയ്ക്ക് ഇതുപോലും ഏറ്റെടുക്കാൻ പറ്റാത്തതാണ് ഈ കാണുന്ന ഇതുള്ളത്. ചോദ്യം തന്നെയാണ് ഇത്. രണ്ടാമത് കാണിച്ചുതരാം. ഒന്നാം UP ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ഉണ്ടായെന്ന് എപ്പോഴാ? ഒന്നാം UP ഗവൺമെന്റ് സമയത്താണ്. ഒരാൾ പോലും ആ വിഷയം പറയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ അല്ല, നിങ്ങൾക്ക് പണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കർഷകനെ കണ്ണി പിടിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം പറയാം. ഇവിടെ ബിജെപിയുടെയും CPM-യുടെയും പ്രതിനിധികളെ കുറിച്ച് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ പറയുന്ന കേന്ദ്ര വിഹിതം, പെൻഷൻ വിഹിതം, കേന്ദ്രത്തിന്റെ വിഹിതം ഞങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വേറിട്ട് കൊടുക്കാമെന്ന്. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്, കർഷകർക്ക് ഇവർക്കെല്ലാം പെൻഷൻ കിട്ടാതെ ഓരോ മാസത്തെ പൈസ അവർ 8-7 മാസം കൊടുക്കാതെ അവർ പ്രഷറിനും ഷുഗറിനും മാസം മരുന്ന് വാങ്ങുന്ന സാഹചര്യമുള്ളത്. ഞാനിന്ന് പറയട്ടെ, നിങ്ങൾ ഇതാക്കണ്ട. കണക്ക് തെറ്റാണെന്ന് മനസ്സിലാ. ആ കണക്ക് തെറ്റാണ്. ശരി, ഞാൻ പറയാം. മൻസൂറിന്റെ ഉത്തരം ഞാൻ പറയാം. ഒരു സാധാരണപ്പെട്ട കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ സാധാരണക്കാരന്റെ മുണ്ട് മുറുക്കി കുത്തി 1600 രൂപയായി കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപയുള്ള പെൻഷൻ നിങ്ങൾ വെച്ച കുടിശ്ശിക ഇടതുപക്ഷം വെച്ചിട്ടില്ല. പെൻഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 22 ലക്ഷം ആൾക്കാർ പെൻഷനെങ്കിൽ കാലത്ത് 64 ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വെച്ച് വാങ്ങുന്നു. ആ 1600 രൂപയിൽ കേന്ദ്ര രൂപയാണ്. CPM-ന്റെ പ്രതിനിധി, CPM-ന്റെ ഒരു വ്യക്തി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. CPM-ന്റെ ഒരു വ്യക്തി എന്നോട് ചോദ്യം ചോദിച്ചു. സമയം അവസാനിക്കുകയാണ്. അതിനു മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർഷകർ പ്ലീസ് ഒരു ചോദ്യം മൈക്ക് തരാൻ പറ്റില്ല. ചോദ്യം ഇതൊരു കർഷകന്റെ പ്രശ്നമാണ്. എനിക്ക് 2 പ്രതിനിധികളോടാണ് ചോദ്യമുള്ളത്. ഒന്ന് BJP CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. അപ്പോൾ നെൽ കർഷകന്റെ പൈസ 7 രൂപ 80 പൈസ മറ്റേ കേന്ദ്ര വിഹിതം 21 രൂപ 40 പൈസ കേരള സർക്കാരിന്റെ വിഹിതം. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പറയുന്നത്. ആ മറ്റേ വിത മുതൽ കൊയ്ത്ത് വരെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചിട്ട് നെല്ല് വിറ്റ പൈസ ഒന്ന് കിട്ടും. നെല്ല് വിറ്റ പൈസ ഒന്ന് കിട്ടും. കോൺഗ്രസ് ആയിട്ട് വന്നാൽ കിട്ടില്ല. നിങ്ങള് നെല്ല് ഇലക്ഷൻ ഡിബേറ്റ് നടന്നത് പാലക്കാട് നിന്നാണ്. 3 മുന്നണികളും തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന പോരാട്ടത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ ഈ സംവാദത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. നാളെ നമ്മൾ കണ്ടുമുട്ടുക ആലത്തൂരിലാണ്, വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത്